എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ വില്ലേജിൽ പെരിയാറിനാൽ ചുറ്റപ്പെട്ട് 25 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു തട്ടേക്കാട് പക്ഷിസങ്കേതം അഥവാ ഡോക്ടർ സലിം അലീസ് ബേർഡ് സാങ്ച്വറി. ഇത് തട്ടേക്കാട് പാലത്തിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതാണ് പെരിയാർ. ഈ പെരിയാർ ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് എത്തിച്ചേരുന്നു. ഈ നദിയിലാണ് 2007 18 പേരുടെ മരണത്തിനിടയാക്കിയ തട്ടേക്കാട്ട് ബോട്ട് ദുരന്തം നടന്നത്. ടൂറിസ്റ്റുകളായിരുന്നു മരിച്ചവരെല്ലാവരും. ഇവിടെയാണ് എൻട്രൻസ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. 50 രൂപയാണ് ഒരാൾക്ക്. ഇവിടെ സ്പൈസസും ഹണി അങ്ങനെയുള്ളതെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. പക്ഷികളെ ഒന്നും ഇവിടെ കൂട്ടിലടച്ച് വളർത്തുന്നില്ല. മയിൽ അതുപോലുള്ള വിശേഷപ്പെട്ട പക്ഷികളെ മാത്രം കൂട്ടിൽ അടച്ചിട്ടുള്ളൂ. ഫിഷ് ടാങ്ക്, സുവർണ്ണ കിന്നരിക്കോഴി ഇതുപോലുള്ള പക്ഷികളെ മാത്രം കൂട്ടിലടച്ചിട്ടുള്ളൂ. പെരുമ്പാമ്പ് 2 എണ്ണം. 1983 ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. നല്ലൊരു പ്ലാവ്, അടിപൊളി ചാക്കി. ഇത്ര മനോഹരമായിട്ടാണ് അവർ മൂങ്ങ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്, പുഴയോട് ചേർന്ന് തന്നെ. ഏറുമാടവും. ഇവിടുന്ന് ബോട്ട് സർവീസുണ്ട്. കാട്ടിലൂടെ സഞ്ചരിച്ച് തിരിച്ചു വരാം. രാജവെമ്പാല, അതിനകത്ത് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, തിക്കായിട്ടുള്ള ഗ്രില്ല് കാരണം. നിറയെ മുളങ്കാടുകൾ. ഇതാണ് ഡോക്ടർ സലിം അലി. ഇതാണ് ബേർഡ്സ് മ്യൂസിയം. അണലി, മൂർഖൻ, അതുപോലുള്ള പാമ്പുകൾ, ആമ എല്ലാം കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. വെള്ളിമൂങ്ങ, ഇനി കൊടും കാട്ടിലേക്ക്. അവിടെ നിന്ന് വാങ്ങിയ 50 രൂപ ടിക്കറ്റ് ഇവിടെ കാണിച്ച് പേരും ഫോൺ നമ്പറും എഴുതി കൊടുത്തിട്ട് നമുക്ക് കാട്ടിലേക്ക് കിടക്കാം. ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒറ്റയ്ക്ക് പോകണ്ട, ആരെങ്കിലും വരട്ടെ എന്നിട്ട് പോകാം. ഉച്ചയായതിനാൽ ആരും അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് പേടിയില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിച്ചു. അങ്ങനെ കാട്ടിലേക്ക് ഞാൻ നടന്നു. ഒരു സൈഡിൽ നദിയുള്ളതിനാൽ വെള്ളം കുടിക്കാൻ മൃഗങ്ങൾ ഇവിടെ വരുമെന്ന് ഗാർഡ് പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനാൽ സൂക്ഷിക്കണം. വഴിയിലൂടെ മാത്രം നടക്കുക. സൈഡിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്, അത് കടന്നും അപ്പുറത്തേക്കൊന്നും പോകരുത് എന്നും പ്രത്യേകം പറഞ്ഞു. പുള്ളിയുടെ ഫോൺ നമ്പർ പുള്ളി എനിക്ക് തന്നിരുന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഈ കൊടുങ്കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്തപ്പോൾ കാലിനൊരു വിറയൽ.
കാലിലെന്തോ കല്ല് കെട്ടിയിട്ട പോലെ മുന്നോട്ട് നീങ്ങുന്നില്ല. പുള്ളി പറഞ്ഞിരുന്നു കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ വഴി രണ്ടായിട്ട് തിരിയും, അത് റൈറ്റ് സൈഡിലേക്ക് പോകരുത്, അത് കൊടുങ്കാട്ടിലേക്കുള്ളതാണ്, അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലേക്ക് നടന്നു. അവിടെ പുഴയരികാണ്. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ച് തിരിച്ചിട്ടുണ്ട്. ഞാൻ പുഴയരികിലേക്കുള്ള ആ വഴിയിലൂടെ നടന്നു. കുറച്ച് ചെന്നപ്പോൾ വല്ലാത്ത ശബ്ദമൊക്കെ കേൾക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. സാവധാനം, അല്ല ഇച്ചിരി സ്പീഡിൽ തിരിച്ച് നടന്നു പോന്നു.